നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. യമൻ വിമത വിഭാഗമായ ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ആഗോള എണ്ണ വില വർദ്ധിക്കുവാൻ കാരണമായേക്കുമെന്ന ആശങ്കയിലാണ് ലോകം. കഴിഞ്ഞ ദിവസം ബ്രാൻഡ് ക്രൂഡ് ബാരലിന് ഏകദേശം $1.40 ഉയർന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒപ്പം ചെങ്കടലിലൂടെയുള്ള എല്ലാ എണ്ണ കയറ്റുമതിയും താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി എണ്ണ വ്യവസായ ഭീമന്മാരായ BP തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ എണ്ണ കയറ്റുമതി വെട്ടിക്കുറയ്ക്കുമെന്ന റഷ്യയുടെ പ്രഖ്യാപനവും ആശങ്കയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. സുപ്രധാനമായ പടിഞ്ഞാറൻ തീരം ഉൾപ്പെടെ യമനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. ഹമാസിനുള്ള ഐക്യദാർഢ്യമെന്ന നിലയ്ക്കായിരുന്നു ഹൂതികളുടെ ഈ നീക്കം. ഇതിന്റെ ഭാഗമായി ഇസ്രായേൽ തുറമുഖങ്ങളിൽ നിന്ന് പോകുന്നതും വരുന്നതുമായ എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്നും ഹൂതി വിഭാഗം ഇക്കഴിഞ്ഞ ഡിസംബർ 9 ഭീഷണി മുഴക്കിയിരുന്നു. അതിനു പിന്നാലെ ഡിസംബർ 15 ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കാരിയറായ MSCയുടെ MSC പാലറ്റിയം 3 നേരെയും ഹൂതി വിഭാഗം ആക്രമണം നടത്തി. ഇത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി. ഡിസംബർ 15 ആക്രമണത്തെ തുടർന്ന് ലോകത്തിലെ 3 പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളായ CMA CGM, ഹാപ്പക്ലോയിഡ്, മെയ്സക് എന്നിവർക്കൊപ്പം ചെങ്കടലിലൂടെയുള്ള പ്രവർത്തനം നിർത്തിവെക്കുന്നതായി MSC അറിയിച്ചിരുന്നു. ഈ 4 കമ്പനികളാണ് ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ 53% കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് എണ്ണ വ്യവസായ ഭീമന്മാരായ BPയും അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. മറ്റ് വൻകിട എണ്ണ കമ്പനികളും ഈ ട്രെൻഡ് പിന്തുടർന്നാൽ എണ്ണവില ഉയരുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അറേബ്യൻ പെൻസുലയിൽ നിന്ന് എറിട്രിയയും ജിബൂട്ടിയും വേർതിരിക്കുന്ന ചെങ്കടലിലെ ബാബ് എൽ മണ്ടേബ് കടലിടുക്കിൽ വെച്ച് 13 വാണിജ്യ കപ്പലുകളാണ് ഇതുവരെ ഹൂതികൾ ആക്രമിച്ചത്. ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം 12% നടക്കുന്നത് ചെങ്കടൽ മേഖലയിലെ സൂയസ് കനാൽ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല നേരിടുന്ന ഏതൊരു ഭീഷണിയും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ചെങ്കടൽ വഴിയുള്ള വ്യാപാരപാത ഉപയോഗിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെയുള്ള ഏക വഴി ആഫ്രിക്ക ചുറ്റിവരിക എന്നത് മാത്രമാണ്. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ വാണിജ്യ കപ്പലുകൾക്ക് ആയിരക്കണക്കിന് മൈലുകൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടതായി വരും. ഇത് ചരക്ക് വിതരണത്തിൽ കാലതാമസം ഉണ്ടാക്കുകയും ഇന്ധനച്ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. എണ്ണയും ഡീസൽ ഇന്ധനവും പോലെയുള്ള യൂറോപ്പിന്റെ ഊർജ്ജ വിതരണത്തിന്റെ വലിയൊരു ഭാഗം ഈ ജലപാതയിലൂടെയാണ് വരുന്നത്. അതിന് തടസ്സം നേരിടുന്നതോടെ യൂറോപ്പിൽ വിലക്കയറ്റത്തിനും ഊർജ്ജ പ്രതിസന്ധിക്കും അത് വഴിവെച്ചേക്കാം. 2021 കണക്ക് പ്രകാരം സൂയസ് കനാലിലൂടെ ഏകദേശം $200 ബില്യൺ മൂല്യമുള്ള വ്യാപാരമാണ് ഇന്ത്യ നടത്തുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷം അത് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കാനാണ് സാധ്യത. യൂറോപ്പിലേക്കുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവയുടെ കയറ്റുമതിയും ഇന്ത്യയിലേക്കുള്ള ക്രൂഡിന്റെ ഇറക്കുമതിയും പ്രധാനമായി ആശ്രയിച്ചിരിക്കുന്നത് ഈ പാതയാണ്. ക്ലപ്പറിന്റെ രേഖകൾ പ്രകാരം നവംബറിൽ ഇന്ത്യയുടെ പ്രതിമാസ റഷ്യൻ എണ്ണ ഉപഭോഗം മുൻ മാസത്തേക്കാൾ 9% ഉയർന്നിട്ടുണ്ട്. ഈ കയറ്റുമതി അത്രയും സൂയസ് കനാൽ വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെങ്കടൽ പാതയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിലെ എണ്ണവിലയെ ബാധിക്കുവാനും സാധ്യതയുണ്ട്. അതേസമയം ചെങ്കടലിലൂടെയുള്ള യാത്ര ചെയ്യുന്ന കപ്പലുകളെ കുത്തികളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ അന്താരാഷ്ട്ര തലത്തിൽ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പുതിയ സേനയ്ക്ക് രൂപം നൽകുന്നതായി US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അറിയിച്ചു. കുത്തികളിൽ നിന്ന് കപ്പലുകൾക്ക് നേരെ നിരന്തരം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സുരക്ഷാ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ കപ്പലുകൾ ബാബൽ മന്ദബിലേക്ക് അയക്കില്ല എന്ന് നിരവധി ഷിപ്പിംഗ് കമ്പനികൾ അറിയിച്ചിരുന്നു. ലോകത്തെ കടൽ വഴിയുള്ള എണ്ണ കയറ്റുമതിയിൽ ഭൂരിഭാഗവും ബാബൽ മന്ദബ് വഴിയാണ് കൊണ്ടുപോകുന്നത് എന്നതാണ് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നത്. കൂട്ടമായ നടപടി ആവശ്യമുള്ള ഒരു അന്താരാഷ്ട്ര വെല്ലുവിളിയാണിത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പ്രധാനപ്പെട്ട ബഹുരാഷ്ട്ര സുരക്ഷാ സംരംഭം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ബഹ്റൈനിൽ വെച്ച് ഡിസംബർ 19 ലോയിഡ് ഓസ്റ്റിൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു: UK, ബഹ്റൈൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ്, നോർവേ, സീജൽസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളെ USനൊപ്പം പുതിയ ഉദ്യമത്തിൽ ഉണ്ടാകുമെന്ന് ഓസ്റ്റിൻ അറിയിച്ചു. തെക്കൻ ചെങ്കടലിലും ചില രാജ്യങ്ങൾ സംയുക്ത പെട്രോളിംഗ് ശക്തിപ്പെടുത്തുമ്പോൾ മറ്റ് രാജ്യങ്ങൾ ഇന്റലിജൻസ് പിന്തുണ ലഭ്യമാക്കും. വേറെയും രാജ്യങ്ങൾ ഓപ്പറേഷനിൽ പങ്കുചേരുവാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ വിവരങ്ങൾ പുറത്തുവിടുവാൻ അവർക്ക് താൽപ്പര്യമില്ലെന്ന് ഒരു പ്രതിരോധ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. UN രക്ഷാസമിതിയോടും ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കുവാൻ US ആവശ്യപ്പെട്ടിരുന്നു. ഡിസംബർ 3 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ കുത്തികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേൽ ശതകോടീശ്വരന്റെ ഉടമസ്ഥതയിലുള്ള കപ്പൽ നേരത്തെ കുത്തികൾ പിടിച്ചടക്കുകയും പിന്നീട് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടലിലൂടെയുള്ള ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് കുത്തികൾ പറഞ്ഞിരുന്നു. അതേസമയം അടിച്ചാൽ തീർച്ചയായും തിരിച്ചടിക്കുമെന്ന് അമേരിക്കയോട് ഹൂതി നേതാവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പാലസ്തീനെതിരെ അമേരിക്കൊപ്പം ചേരുന്ന രാജ്യങ്ങളെ വെറുതെ വിടില്ലെന്നാണ് ഹൂതികൾ പറയുന്നത്. നന്ദി, നമസ്കാരം.